സായ്കുമാർ, സംസ്ഥാന നേതൃത്വത്തെ ഏത് പാർട്ടിയുടേതായാലും വിലയിരുത്തുന്നത് കൂട്ടായ തീരുമാനങ്ങൾ എടുക്കുന്നതിലെ അവരുടെ കഴിവ് കൂടി വെച്ചുകൊണ്ടാണ്. ഇവിടെ കൂട്ടായ്മയില്ല എന്ന പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ അഭിപ്രായമുയരുന്ന സാഹചര്യം അത് പുതിയ നേതൃത്വത്തെ കൊണ്ടുവന്നതിലൂടെ BJP പ്രതീക്ഷിച്ച ആ ഒരു ഉണർവ് ഇല്ലാതാക്കുന്നതല്ലേ സായ്കുമാർ? തീർച്ചയായും സുജയ, രാജീവ് ചന്ദ്രശേഖർ എന്ന ബിസിനസ്സുകാരനെ കേരളത്തിൻ്റെ പാർട്ടിയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരുമ്പോൾ പുതിയൊരു ഉണർവാണ് കേന്ദ്ര നേതൃത്വം പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹത്തെ നിയോഗിക്കുമ്പോൾ തന്നെ ഉയർന്നു വന്ന ഒരു കാര്യം കേരളത്തിലെ രാഷ്ട്രീയ സംഘടനാ ശൈലി രാജീവ് ചന്ദ്രശേഖറിന് വഴങ്ങുമോ എന്നാണ്. ആ രീതിയിൽ തന്നെയുള്ള അല്ലെങ്കിൽ ആ സമയത്തുണ്ടായിരുന്ന പ്രതീക്ഷിച്ച വിമർശനം തന്നെയാണ് ഇപ്പോൾ പാർട്ടിക്കകത്തും ഉയരുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ കോർപ്പറേറ്റ് ശൈലി അത് സംഘടനാ രംഗത്ത് പ്രയോഗിക്കുമ്പോൾ അത് കേരളത്തിന് ചേർന്നതല്ല എന്നുള്ളൊരു വികാരമാണ് പൊതുവെ പാർട്ടിക്കകത്ത് ഉയർന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും ഉദാഹരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ വാർഷികാഘോഷങ്ങൾ നടക്കുകയാണ്. UDF ആകട്ടെ അത് കരിദിനമായി ആചരിക്കുന്നു. പക്ഷെ ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് പോകാൻ പോലും BJPക്ക് ഈ ഘട്ടത്തിൽ കഴിഞ്ഞിട്ടില്ല. അതിന് നേതൃത്വം കൊടുക്കേണ്ട രാജീവ് ചന്ദ്രശേഖർ അത്തരം തീരുമാനങ്ങളിലേക്ക് പോകുന്നില്ല. വികസനം എന്ന വിഷയത്തിൽ ഊന്നിക്കൊണ്ട് മാത്രമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം മാത്രമാണ് അദ്ദേഹം നടത്തുന്നത്. ഒരു സമര സംഘടന എന്നുള്ള രീതിയിൽ പ്രത്യക്ഷ സമരങ്ങളുമായി ഏറ്റെടുക്കാൻ കഴിയുന്ന നിരവധി വിഷയങ്ങൾ ഉണ്ടായിട്ടും പാർട്ടി അതിലേക്ക് കൊണ്ടുപോകാൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിയുന്നില്ല എന്നുള്ളത് പാർട്ടിക്കകത്ത് ഒരു വികാരമായി നിൽക്കുന്നുണ്ട്. മുൻപ് K. സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്നപ്പോഴും പാർട്ടിക്കകത്ത് ഇത്തരം അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നുവെങ്കിലും പല ഘട്ടങ്ങളിലും സംസ്ഥാന സർക്കാരിനെതിരെ UDFനേക്കാൾ മികച്ച രീതിയിൽ പ്രതിപക്ഷമായി വരാൻ BJPക്ക് കഴിയുന്നുണ്ട് എന്നുള്ളൊരു വിലയിരുത്തൽ പാർട്ടിക്കകത്ത് ഉണ്ടായിരുന്നു. പലപ്പോഴും അത് ജനങ്ങൾ അംഗീകരിച്ചതാണ് എന്നുള്ളൊരു വിലയിരുത്തൽ പാർട്ടിക്കകത്തുണ്ട്. പക്ഷേ ആ രീതിയിൽ ഒരു പ്രതിപക്ഷ സ്വരമായി മാറാൻ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നുള്ളൊരു വിമർശനമാണ് പാർട്ടിക്കകത്ത് ഉയർന്നു വരുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ചില ആളുകൾ ചില തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു. വെറും പവർ പോയിന്റ് പ്രസന്റേഷൻ മാത്രമായി BJPക്കകത്തെ യോഗങ്ങൾ മാറുന്നു എന്നതടക്കമുള്ള വിമർശനങ്ങളുണ്ട്. ഏത് രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണോ സംഘടനാ ശൈലിയാണോ കേരളത്തിൽ സ്വീകരിക്കേണ്ടത് ആ രീതിയിലല്ല അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ മുതിർന്ന നേതാക്കളെ എല്ലാവരെയും കൂടി മാറ്റി നിർത്തി ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ ഒറ്റയ്ക്ക് അങ്ങനെയുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കാൻ സംഘടനാ സംവിധാനത്തെ ചലിപ്പിക്കാൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിയുന്നുണ്ടോ എന്നതാണ് ചോദ്യം. TV